ഹലോ ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിശന്ന തളർന്ന് ഓടി കതച്ച് കയറി വരുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി എന്താണെന്നുള്ളവർ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആ കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതല്ലേ? അതെ, ഒരു കുഞ്ഞു കപ്പ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ശകലം ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില, ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടിയായിട്ട്, ശകലം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. പിന്നെ ശകലം കാശ്മീരി മുളക് പൊടി, ഇച്ചിരി പച്ചമുളക്, ഒരു തക്കാളി, വലിയൊരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഒരു 7 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കറി ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുക്കുകയാണേ, തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ. നമുക്കൊരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം, എണ്ണ ഇടായിട്ടുണ്ടേ. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാമേ, സവാള ഇട്ട് കൊടുക്കാമേ, ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാമേ, ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാമേ, ഉപ്പിട്ട് കൊടുക്കാമേ, ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ ഉപ്പിനൊന്നും കണക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 7 മുട്ട പൊട്ടിച്ചതാ ഒഴിച്ചു കൊടുക്കുകയാണേ. നമുക്ക് ഇനി ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ്, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പം മുട്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കണ്ടല്ലോ, 2-3 മിനിറ്റ് കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ പേജ് ഒന്ന് കയറി നോക്കുക. അപ്പം എല്ലാവരും കൂടെ കൂടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഇതുപോലെ ഈസി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.